ഹലോ, ഇന്ന് റീസ്റ്റോക്ക് മധുരൈ സുങ്കിടി കട്ടത്തിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് കളേഴ്സാണ് റീസ്റ്റോക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കളർ വരുന്നത് മസ്റ്റേർഡ് യെല്ലോ വിത്ത് വയലറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. ത്രൂ ഔട്ട് ബോഡിയിൽ ആ ഒരു സെറിയുടെ ചെക്സ് ആണ് വരുന്നത്. ആ ഒരു മോട്ടീവ് വർക്ക് ആണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ സെയിം ആണ്. ഇതുപോലെയാണ് പല്ലു വന്നിട്ടുള്ളത്. കോൺട്രാസ്റ്റിലാണ് ഇതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ. വിത്ത് ബ്ലൗസ് ഇതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. 1450 പ്രൈസ് റേഞ്ചിലാണ് ഈ സാരി അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് വിത്ത് ഒരു പീകോക്ക് ഗ്രീൻ ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഇതിലും ത്രൂ ഔട്ട് ആ ഒരു സെറി ചെക്സ് ആണ് വന്നിട്ടുള്ളത്. രണ്ട് സൈഡിലും ഇതേപോലെയാണ് ആ ഒരു ബോർഡറിൽ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇതൊരിക്കലും എന്താ പറയുക, ചുരുങ്ങ് കറക്ക് ഒന്നും ചെയ്യാത്ത നല്ല ക്വാളിറ്റിയുള്ള സെറിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് സ്റ്റാർച്ച് ചെയ്തും ഇല്ലാതെ നമുക്കിത് യൂസിലാണ് അതിൻ്റെ ഒരു പല്ലു പോർഷൻ വരുന്നത്. വിത്ത് ബ്ലൗസും കോൺട്രാസ്റ്റിൽ ആ ഒരു പീകോക്ക് ഗ്രീൻ കളറിലാണ്. ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ വിത്ത് വയലറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതേപോലെയാണ് ബോഡി കംപ്ലീറ്റ് ആയിട്ടും വരുന്നത്. പിന്നെ ഈ ഒരു കട്ടൻ സാരിയിൽ എന്തെങ്കിലും ബ്ലാക്ക് മാർക്കുകളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരിക്കലും ഡാമേജ് അല്ല കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ ഫീൽഡിലൊക്കെ ഇട്ട് ഉണക്കുമ്പോഴും അതുപോലെ തന്നെ സ്റ്റാർച്ചിൽ നിന്നൊക്കെ വരുന്ന മാർക്സ് ആണ്. അത് വാഷ് ചെയ്യുമ്പം പോവും. അതൊരിക്കലും ഡാമേജ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഇതേപോലെയാണ് പല്ലു പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ് വിത്ത് ബ്ലൗസ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് വിത്ത് ഒരു ഓറഞ്ചിഷ് റെഡ് ആണ് കേട്ടോ. അതിന്റെ ബോർഡർ ചെയ്തെടുത്തിട്ടുള്ളത് ഓറഞ്ചിഷ് ഒരു റെഡിലാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ആണ് വരുന്നത്. ഇതേപോലെയാണ് ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ചെക്സ് വരുന്നുണ്ട്. പല്ലു ഡിസൈൻ ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് ഇങ്ങനെ ആ ഒരു ഓറഞ്ചിഷ് റെഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. മസ്റ്റേർഡ് യെല്ലോ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ ആട്ടോ വരുന്നത്. ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. പല്ലുവിലേക്ക് വരുമ്പം ഡിസൈൻ വരുന്നത് വിത്ത് ബ്ലൗസും ബ്ലാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ വിത്ത് ഒരു ഗ്രേ ആഷ് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതുപോലെയാണ് അതിന്റെ പല്ലു ഡിസൈൻ വന്നിട്ടുള്ളത്. സെറിയുടെ ലൈൻസ് ആണ് കേട്ടോ പോയിട്ടുള്ളത്. ബ്ലൗസ് കോൺട്രാസ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. 1450 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് പീകോക്ക് ബ്ലൂ വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. ത്രൂ ഔട്ട് ബോഡിയിൽ ആ ഒരു ചെക്സ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ബ്ലൗസ് വന്നിട്ടുള്ളത്. കോൺട്രാസ്റ്റ് തന്നെയാണ് പല്ലു. നല്ല ട്രഡീഷണൽ ഒരു കോമ്പിനേഷൻ ആട്ടോ വരുന്നത്. ഇതേപോലെ പിങ്ക് വിത്ത് ഒരു ഗ്രീൻ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത്. ത്രൂ ഔട്ട് ബോഡിയിൽ സെറിയുടെ ചെക്സ് ആണ് പോയിട്ടുള്ളത്. പല്ലു ഡിസൈൻ ഇങ്ങനെയാണ് വിത്ത് ബ്ലൗസ് ഇതേപോലെയാണ് വരുന്നത്. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു റെഡിഷ് മെറൂൺ ബോഡി വിത്ത് ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല കോൺട്രാസ്റ്റ് ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. ബാക്കിയൊക്കെ സെയിം ആണ്. ഇതേപോലെയാണ് പല്ലു, ഇതേപോലെയാണ് ബ്ലൗസ്. ഈ ഒരു കളക്ഷനിൽ ലാസ്റ്റ് വൺ ആണ് കേട്ടോ വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ വിത്ത് ഒരു ലൈലാക്ക് അല്ലെങ്കിൽ ഒരു വയലറ്റിന്റെ ലൈറ്റ് വയലറ്റ് ഷെയ്ഡിലാണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. ഇതേപോലെയാണ് പല്ലു ഡിസൈൻ വരുന്നത്. ഇന്ന് കാണിക്കുന്ന സാരികളെല്ലാം തന്നെ 1450 പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. വിത്ത് ബ്ലൗസ് ഇതേപോലെയാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക്